പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റും ഇന്ത്യയിലെ അതിശ്രേഷ്ഠായ അധ്യാപകരിൽ ഒരാളുമായിരുന്ന സർവപ്പള്ളി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ആ ദിനം ഇന്ത്യ ഒട്ടാകെ അധ്യാപക ദിനമായി ആചരിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ സെപ്റ്റംബർ 6 ഞായറാഴ്ച വിദ്യാഭ്യാസ ദിനമായി നമ്മുടെ സഭയും ആചരിക്കുകയാണ്. വിമോചനത്തിനായുള്ള വിദ്യാഭ്യാസം എന്നതാണ് സഭാ കലണ്ടർ അനുസരിച്ച് ഇന്നത്തെ ചിന്താവിഷയം. ഈ സുദിനത്തിൽ നാം ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തു നിന്നും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ത് എന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നൈരേരെ എന്ന വിദ്യാഭ്യാസ ചിന്തകൻ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: എഡ്യൂക്കേഷൻ ഈസ് എ ടൂൾ ഫോർ ലിബറേറ്റിംഗ് ബോത്ത് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ദ സൊസൈറ്റി. എ ടൂൾ വിച്ച് ഷുഡ് ലിബറേറ്റ് ആൻ ഇൻഡിവിജ്വൽ സോഷ്യലി, എക്കണോമിക്കലി, സൈക്കോളജിക്കലി, കൾച്ചറലി, physically, intellectually and spiritually. Further, education should add value to learners through effective transformation that lead to the growth of society and development of a nation. വിദ്യാഭ്യാസം വ്യക്തിയെയും സമൂഹത്തെയും വിമോചിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. ഒരു വ്യക്തിയെ സാമൂഹ്യമായും സാമ്പത്തികമായും മനഃശാസ്ത്രപരമായും സാംസ്കാരികമായും ശാരീരികമായും ബൗദ്ധികമായും ആത്മീകമായും വിമോചിപ്പിക്കുന്ന ഒരു ഉപകരണം. അതിനു പുറമെ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുടെ മൂല്യബോധം വർദ്ധിപ്പിക്കുകയും അവരുടെ രൂപാന്തരത്തിലൂടെ സമൂഹത്തിന്റെ വളർച്ചയും രാഷ്ട്രത്തിന്റെ വികസനവും സാധ്യമാക്കുകയും വേണം. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വിമോചനത്തിനും ഉതകേണ്ടതാണ് എന്ന് ഏതാണ്ട് എല്ലാ വിദ്യാഭ്യാസ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു എന്ന വസ്തുത എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസം ഈ ലക്ഷ്യപ്രാപ്തിക്ക് എത്രത്തോളം സഹായിക്കുന്നു എന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റിയും അതിന്റെ ഗുണദോഷങ്ങളെ പറ്റിയും ഒരു വിശകലനത്തിന് വിചിന്തനത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം ഞാനൊരു വിദ്യാഭ്യാസ വിചക്ഷണനല്ല എന്നത് തന്നെ. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തു നിന്നും യേശു നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ മനുഷ്യ വിമോചനത്തിന് എങ്ങനെ ഉതകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത്. ചാൾസ് ഡുഹിഗ് എന്ന എഴുത്തുകാരൻ ഇറാഖിലെ കുഫ പട്ടണത്തിലെ ഒരു US ആർമി മേജറുടെ കഥ പറയുന്നു. നിരന്തരം കലഹങ്ങളും അക്രമങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് ഇറാഖിലെ കുഫ പട്ടണം. അവിടെയുള്ള ജനങ്ങളുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ ആ ആർമി മേജർ തീരുമാനിച്ചു. സമീപകാലത്ത് അവിടെ നടന്ന കലാപങ്ങളുടെ വീഡിയോ ടേപ്പുകൾ അദ്ദേഹം ഒന്ന് വിശകലനം ചെയ്യുകയും അതിലെല്ലാം കലഹം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു പ്രത്യേക ശൈലി, ഒരു പാറ്റേൺ അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തിരുന്നു. സാധാരണയായി അക്രമത്തിന് മുൻപായി ഇറാഖികളിലെ ഒരു ചെറിയ ജനക്കൂട്ടം ഒരു പ്ലാസയിലോ മറ്റ് തുറസായ സ്ഥലങ്ങളിലോ ഒത്തുകൂടുകയും മണിക്കൂറുകൾ കഴിയുന്തോറും അവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. അതോടൊപ്പം ഭക്ഷണ കച്ചവടക്കാരും കാഴ്ചക്കാരും അവിടെ വന്നുകൂടും. അപ്പോൾ ആരെങ്കിലും ഒരു കല്ലോ ഒരു കുപ്പിയോ എടുത്ത് എറിയുകയും പെട്ടെന്ന് അക്രമം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും. US ആർമി മേജർ കുഫ പട്ടണത്തിലെ മേയറെ കണ്ടുമുട്ടി വിചിത്രമായ ഒരു അഭ്യർത്ഥന നടത്തി. ഈ ഭക്ഷണ വിൽപ്പനക്കാരെ പ്ലാസകളിൽ നിന്ന് മാറ്റി നിർത്താൻ അവർക്ക് കഴിയുമോ എന്നായിരുന്നു ആ അഭ്യർത്ഥന. തീർച്ചയായും കഴിയും എന്ന് ആ സിറ്റി മേയർ പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഒരു ചെറിയ ജനക്കൂട്ടം മസ്ജിദ് അൽ കുഫ അഥവാ കുഫയിലെ വലിയ പള്ളിക്ക് സമീപം തടിച്ചുകൂടി. ഉച്ചതിരിഞ്ഞ് അതിന്റെ വലിപ്പം വർദ്ധിച്ചു വന്നു. കുറെ കഴിഞ്ഞപ്പോൾ ചിലർ കോപാകുലരായി മുദ്രാവാക്യങ്ങൾ മുഴക്കുവാൻ തുടങ്ങി. ഇറാഖി പോലീസ് പ്രശ്നം മനസ്സിലാക്കി റേഡിയോ വഴി US സൈനികരോട് സഹായത്തിന് ഒരുങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു. സന്ധ്യ ആയപ്പോൾ ജനക്കൂട്ടത്തിന്റെ അസ്വസ്ഥത വർദ്ധിച്ചു, ഒപ്പം അവരുടെ വിശപ്പും. ആളുകൾ സാധാരണ പോലെ കബാബ് വിൽപ്പനക്കാരെയും മറ്റ് ഭക്ഷണ വിൽപ്പനക്കാരെയും തിരക്കി
അന്വേഷിച്ചു തുടങ്ങി. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ കാണികൾ ഓരോരുത്തരായി അവിടെ നിന്നും പിൻവലിഞ്ഞു. കാണികളുടെ എണ്ണം പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങി. മുദ്രാവാക്യം വിളികളുടെ ശക്തിയും അതോടൊപ്പം കുറഞ്ഞു വന്നു. അല്പം കഴിഞ്ഞപ്പോഴേക്കും അക്രമകാരികൾ നിരാശരായി. ഏതാണ്ട് രാത്രി 8 മണിയായപ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് ശാന്തരായി പിരിഞ്ഞുപോയി. പ്രത്യക്ഷത്തിൽ കോപമോ നിരാശയോ ആ ജനക്കൂട്ടത്തെ ആ പ്ലാസയിലേക്ക് കൊണ്ടുപോയി. അവിടെ അക്രമം കാണിക്കുവാൻ വേണ്ടിയാണ് അവർ ഒത്തുചേർന്നത്. ചില തത്വചിന്തയോ ആശയമോ അതിന് അവരെ പ്രേരിപ്പിച്ചിരിക്കാം. എന്നാൽ അത്താഴ സമയത്ത് അത്താഴം കഴിക്കുന്ന ശീലത്തെ മറികടക്കാൻ ഈ തത്വചിന്തകൾക്കോ ആശയങ്ങൾക്കോ പ്രാപ്തി ഉണ്ടായിരുന്നില്ല. കരസേനയിൽ സൈനികർക്ക് പെരുമാറ്റശീലം ഉണ്ടാക്കുന്നതിൽ വർഷങ്ങളോളം പരിശീലനം നൽകിക്കൊണ്ടിരുന്ന ആ മേജറിന്റെ തന്ത്രപ്രധാനമായ പരിഹാര നിർദ്ദേശം കുഫ പട്ടണത്തിലെ ജനങ്ങളുടെ അക്രമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൽ വിജയം വരിച്ചു. ഈ വേദഭാഗത്ത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ സമീപിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വിശന്നു വലഞ്ഞ ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകുന്ന ഒരു അത്ഭുത പ്രവൃത്തിയിലൂടെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം നിറവേറ്റുന്നതിൽ ശിഷ്യർക്കുള്ള പങ്ക് വ്യക്തമാക്കുന്നതാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന ഈ വേദഭാഗം. വിമോചനത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ വിദ്യാഭ്യാസം എങ്ങനെ സഹായിക്കുന്നു, യേശു ശിഷ്യന്മാർക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ജനത്തെ സ്നേഹിക്കുവാനും ആളുകളെ ശുശ്രൂഷിക്കുവാനും ആഗ്രഹിക്കുന്ന നമുക്ക് ഇവിടെ നിന്നും പഠിക്കാനുള്ള ചില കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമതായി, ദ ലെസൺ ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. വ്യക്തിഗത ഉത്തരവാദിത്വത്തിന്റെ പാഠം ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. വ്യക്തിഗതമായ ഉത്തരവാദിത്വത്തിന്റെ പാഠം 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വൈകിയപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തെത്തി ഭക്ഷണം കഴിക്കാൻ തക്കവണ്ണം ജനങ്ങളെ പറഞ്ഞയക്കണമെന്ന് നിർദ്ദേശിച്ചു. പക്ഷെ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് യേശു മറുപടി നൽകി എന്ന്. ഇത് ശിഷ്യന്മാരെ അമ്പരപ്പിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. അവർ അതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരുന്നു എന്നത് സത്യം. വാസ്തവത്തിൽ അവരാണ് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കുകയും ഒരു പരിഹാര നിർദ്ദേശത്തിന് വേണ്ടി യേശുവിനെ സമീപിക്കുകയും ചെയ്തത്. എന്നാൽ പരിഹാരം ഉണ്ടാക്കുന്നതിൽ അവർ ഉൾപ്പെട്ടിരുന്നില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്നതോ ചെയ്യേണ്ടതോ ആയ ഒന്നും അവർ ശരിക്കും അവിടെ കണ്ടില്ല, മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന യേശുവിന്റെ പ്രതികരണം കേട്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ഈ പ്രശ്ന പരിഹാരത്തിന് വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അവരോട് പറയുകയായിരുന്നു. നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു രീതി, ഒരു മാർഗം അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരാവശ്യം കാണുവാൻ കർത്താവ് നമ്മെ അനുവദിക്കുന്നു. നാം അവന്റെ അടുക്കൽ വന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ അവനോട് പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്നു. നാം ആ ആവശ്യം അറിയുന്നതിന് മുമ്പ് തന്നെ അവൻ അതറിയുകയും അവൻ തിരിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരമായി നമ്മെ വിളിച്ച് ആവശ്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അത് നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം കൂടെ അവിടുന്ന് നമ്മുടെ മേൽ ചുമത്തുകയാണ്. മിക്കപ്പോഴും നാം യേശുവിന്റെ ശിഷ്യന്മാരെ പോലെയാണ്. ഒരാവശ്യം കാണുന്നതിൽ നാം സമർത്ഥരാണ്. എന്നാൽ വ്യക്തിപരമായി ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് തോന്നാറില്ല. ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാം സ്വയം പറയുന്നത് എത്ര തവണ നാം തന്നെ കേട്ടിട്ടുണ്ട്? പകരം നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുക എന്ന് യേശു നമ്മോട് പറയുന്നത് നാം ഇപ്പോൾ കേൾക്കേണ്ടതുണ്ട്. ഇതിനുള്ള പരിഹാരത്തിന് നാം വ്യക്തിപരമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. മാത്രമല്ല, ഇതിനെക്കുറിച്ച് വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്യുക എന്നത് നമ്മുടെ ചുമതലയാണ് എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബ്രെഡ് ഫോർ മീ ഈസ് എ ഫിസിക്കൽ തിങ്, ബട്ട് ബ്രെഡ് ഫോർ മൈ നെയ്ബർ ഈസ് എ സ്പിരിച്വൽ തിങ് എന്നൊരു ചിന്തകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ അപ്പം
ഒരു ഭൗതികമായ ആവശ്യമാണ്. എന്നാൽ എൻ്റെ അയൽക്കാരന് അപ്പം ലഭിക്കുക എന്നത് ഒരു ആത്മീയ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ച നല്ല ശമരിക്കാരന്റെ ഉപമ നമുക്ക് വളരെ പരിചിതമാണ്. എരിഹോ റോഡിൽ കിടന്ന മുറിവേറ്റ ആ മനുഷ്യനെ കണ്ടപ്പോൾ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ആ ശമരിയക്കാരൻ ചിന്തിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യം സ്വന്തം കയ്യിലെടുക്കാൻ അവൻ ആരാണ്? പുരോഹിതനും ലേവ്യനും വിചാരിച്ചത് അങ്ങനെയാണ്. എന്നാൽ ആ ശമരിയക്കാരൻ ആവശ്യക്കാരനായ മനുഷ്യനെ കണ്ട് താൻ കണ്ടതിന്റെ വ്യക്തിപരമായിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അവന്റെ വ്യക്തിപരമായ ത്യാഗത്തിൽ സമയം, സൗകര്യം, പണം എന്നിവ അദ്ദേഹം ചെലവഴിച്ചു. അവൻ ആ ഉത്തരവാദിത്വം മറ്റൊരാളുടെ മേൽ ചുമത്തിയില്ല, സ്വയം ഏറ്റെടുത്തു. അവൻ തനിക്ക് ചെയ്യാവുന്നത് അവിടെ ചെയ്യുകയാണ്. ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും പരിശുദ്ധാത്മ നമ്മോട് പറയുന്നത് നാം ശ്രദ്ധിക്കുക. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുക. ഇത് ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല, ദൈവം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഓരോ ആവശ്യങ്ങളെക്കുറിച്ചുമാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. അച്ഛൻ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ സഭ എന്തെങ്കിലും ചെയ്യണം, അതുമല്ലെങ്കിൽ സർക്കാർ ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നാം പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുക എന്ന് ദൈവം നമ്മോട് പറയുന്നത് നാം കേൾക്കാറുണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ആ ആവശ്യത്തിന് നിങ്ങൾ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നിങ്ങൾ ആ ആവശ്യം കണ്ട വ്യക്തിയാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ ദൈവം പറയുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നതിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രോഗിയെ സന്ദർശിക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുതിയ ക്ലാസ് ആരംഭിക്കുവാൻ കഴിയും. നിങ്ങൾ ചുമതലകൾ ഏറ്റെടുക്കുക, നിങ്ങൾ പണം നൽകുക, നിങ്ങൾ പുതിയ ശുശ്രൂഷ ആരംഭിക്കുക. നിങ്ങൾ കാണുന്നതിന്റെ വ്യക്തിപരമായിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരിക്കാം. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മോടും പറയുന്നു, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കുക. വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചുമതലകൾ നിർവഹിക്കണം, ശുശ്രൂഷകൾ നിർവഹിക്കണം എന്ന് യേശു ഈ സംഭവത്തിൽ കൂടെ നമ്മോട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. 2, ദ ലെസൺ ഓഫ് പേഴ്സണൽ ഇനബിലിറ്റി, വ്യക്തിഗതമായ കഴിവില്ലായ്മയുടെ പാഠം. വ്യക്തിഗതമായ കഴിവില്ലായ്മയുടെ പാഠം. ശുശ്രൂഷ ചെയ്യുവാൻ നാം മുന്നോട്ട് പോകുമ്പോൾ ആദ്യം കണ്ടെത്തുന്ന ഒരു കാര്യം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യക്തിഗത വിഭവങ്ങൾ നമ്മുടെ പക്കലില്ല എന്നതാണ്. ശിഷ്യന്മാർ ആ വസ്തുത ഉടനെ തിരിച്ചറിഞ്ഞു. ജനക്കൂട്ടത്തെ പോറ്റുന്നതിനുള്ള വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ യേശു അവരോട് കൽപ്പിച്ചപ്പോൾ അവിടെ എത്ര പേർ ഉണ്ടെന്ന് അവർക്ക് ഏതാണ്ട് രൂപമുണ്ടായിരുന്നു. അവർ പറയുന്നു 5000 പുരുഷന്മാരും പിന്നെ സ്ത്രീകളും കുട്ടികളും. ഒരുപക്ഷെ ഒരു 15,000 മുതൽ 20,000 പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കുക. ഒരുപക്ഷെ അതിൽ കൂടുതലും ഉണ്ടായിരിക്കാം. അവർ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താലും അത്രയും ആളുകൾക്ക് ഭക്ഷണം നൽകാനുള്ള വിഭവങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. അതിനാൽ അവർ പ്രതികരിച്ചു. 37-ാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിയാലും ഓരോരുത്തരും അല്പം ലഭിക്കേണ്ടതിന് അത് എന്തുള്ളൂ? ഇതൊരു ചോദ്യമായിരുന്നില്ല. ഞങ്ങൾ പോയി അത്രയും പണം ചെലവഴിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവോ എന്ന് അവർ യേശുവിനോട് ചോദിക്കുകയാണ്. എത്ര ശ്രമിച്ചാലും അത്രയും പണം ഉണ്ടാക്കുവാൻ ശിഷ്യന്മാർക്ക് അപ്പോൾ കഴിയുമായിരുന്നില്ല. ഏകദേശം ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം കിട്ടുന്ന വേതനമാണ് 1 ദിനാരി അല്ലെങ്കിൽ 1 വെള്ളിക്കാശ് എന്നിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അത്രയും ആളുകൾക്ക് ഭക്ഷണം നൽകാൻ ഒരു വർഷത്തെ ഒരു കൂലിക്കാരന്റെ ശമ്പളം മതിയാവില്ല എന്നാണ്. ഇന്നത്തെ പണമൂല്യത്തിൽ ആ 200 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 40,000 മുതൽ $60,000 വരെ അതിന് മൂല്യമുണ്ടായിരുന്നുവെന്ന് ഒരു അമേരിക്കൻ ചിന്തകൻ പറഞ്ഞത് ഞാൻ വായിക്കുകയുണ്ടായി. നമ്മുടെ കണക്കിൽ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത തുകയാണ്. 28 ലക്ഷം രൂപ മുതൽ 42 ലക്ഷം രൂപ വരെ
മതിക്കുന്ന ഒരു തുകയായിരുന്നു അത്. ശിഷ്യന്മാർക്ക് ആ തുക ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ആ വലിയ ശുശ്രൂഷയിൽ അവർ ചെയ്യണമെന്ന് യേശു ആഗ്രഹിച്ചത് അവരുടെ കഴിവിനപ്പുറമായിരുന്നു. അവരുടെ നിസ്സഹായത, അപര്യാപ്തത തുറന്നു പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടുവരുവാൻ യേശു അവരോട് പറഞ്ഞത്. അത് യേശുവിന്റെ കയ്യിൽ അവർ കൊണ്ടുവയ്ക്കുമ്പോൾ യേശു അതിനെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവർക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അധികം യേശുവിനോടൊപ്പം അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞു എന്ന സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ ഒരു വലിയ പാഠം യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. ശുശ്രൂഷയിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിവില്ല. പക്ഷെ അത് നമ്മെ തടയുവാൻ അനുവദിക്കരുത്. ഈ അത്ഭുത സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് അറിയേണ്ടത് പ്രധാനമാണ്. യേശു നമ്മെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയും നാം സ്വന്തമായി ചെയ്യുവാൻ യേശു ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അവനൊരു ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അത് നിറവേറ്റുന്നതിനായി അവനിൽ ആശ്രയിക്കുവാൻ അവൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് അവന് വേണ്ടി ചെയ്യാൻ അവൻ ഒരിക്കലും നമ്മെ അയക്കുന്നില്ല. ഏത് ശുശ്രൂഷയിലും അവൻ നമ്മോടൊപ്പം പങ്കുചേരുന്നു. വലിയ നിയോഗത്തെക്കുറിച്ച്, അഥവാ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് നമ്മൾ പറയുന്ന അന്ത്യ നിയോഗത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. അവിടെ നമ്മോട് ചെയ്യുവാൻ പറയുന്നത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികൾ ആകുകയും. അതിനോട് ചേർന്ന് കർത്താവ് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നാം സ്വപ്നം കണ്ടിരുന്നതിലും അധികമായി നമ്മളിവിടെ ചെയ്തുകൊണ്ട് തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കഴിവ് കർത്താവിനുണ്ട്. നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നിർവഹിക്കാൻ കർത്താവ് പ്രാപ്തനാണ്. അതുവഴി കർത്താവിന്റെ നാമം മഹിമപ്പെടുന്നു. നമുക്ക് തനിയെ ചെയ്യുവാൻ കഴിയുമായിരുന്നില്ലെന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നത് ആളുകൾ കാണുമ്പോൾ അതിന് മഹത്വം ദൈവത്തിന് ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന 2 പാഠങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവച്ചത്. മനുഷ്യ വിമോചനം കാക്ഷിക്കുന്ന ഏതൊരുവനും മനസ്സിലാക്കിയിരിക്കേണ്ട 2 പാഠങ്ങൾ. ഒന്ന്, ദ ലെസൺ ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, വ്യക്തിഗത ഉത്തരവാദിത്തത്തിന്റെ പാഠം. 2, ദ ലെസൺ ഓഫ് പേഴ്സണൽ ഇനബിലിറ്റി, വ്യക്തിഗതമായി കഴിവില്ലായ്മയുടെ പാഠം. നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ഈ 2 പാഠങ്ങളും നമുക്ക് മാർഗദർശകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളെ പഠിപ്പിച്ച വലിയ പാഠങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വലിയ ശുശ്രൂഷകൾക്കായി അവിടെ നിങ്ങളെ വിളിച്ച് നിയോഗിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ആ ശുശ്രൂഷ നിർവഹിക്കണം എന്നല്ലല്ലോ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യമായി സമൂഹത്തിന്റെ ആവശ്യങ്ങളെ കാണുമ്പോൾ ആ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ, നിറവേറ്റുന്നതിൽ ഞങ്ങൾക്കൊരു പങ്കുണ്ട്, ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ബോധ്യം അവിടെ ഞങ്ങൾക്ക് പകർന്നു തരുന്നു. മറ്റാരുടെ ഉത്തരവാദിത്വം എന്ന് കരുതി പലപ്പോഴും ഞങ്ങൾ വഴിമാറി പോകാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ മുമ്പിൽ കാണുന്ന ആവശ്യങ്ങളോട് പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതി എല്ലാ ശുശ്രൂഷകളും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാനായിട്ട് കഴിയില്ലല്ലോ. ഞങ്ങളുടെ കഴിവുകളുടെ പരിമിതികളെ കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് അവിടെ നൽകണം. ഞങ്ങളുടെ കഴിവില്ലായ്മയെ കുറിച്ചുള്ള യഥാർത്ഥമായ ദർശനം ഞങ്ങൾക്ക് നൽകണം. എന്നാൽ ഞങ്ങൾക്ക് കഴിവില്ല എന്നതുകൊണ്ട് പിന്മാറി നിൽക്കുവാനായിട്ടല്ല, കർത്താവിനോട് ചേർന്ന് ആ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. നിന്നിൽ ആശ്രയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ. ഞങ്ങളെ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ അവിടുന്ന് ഭരമേൽപ്പിക്കുമ്പോൾ ഞങ്ങളെ ഒറ്റയ്ക്ക് അയക്കുന്ന ദൈവമല്ല, അവിടുന്ന് ഞങ്ങളുടെ കൂടെ വരുന്നവരാണ്. ഞങ്ങളുടെ സഹപ്രവർത്തനായി ഞങ്ങളെ ഇവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവനാണ്. ആ വലിയ പാഠം ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും കർത്താവിന്റെ പ്രതിനിധികളായി ഇടപെടുവാൻ, കർത്താവിനോട് ചേർന്ന് ആ രംഗങ്ങളിൽ രൂപാന്തരം വരുത്തുവാൻ, മാറ്റങ്ങൾ വരുത്തുവാൻ, വിമോചനം സാധ്യമാക്കി തീർക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.